വീഡിയോ കുറേ പുതിയ വീഡിയോ ഗൈസ് നമ്മുടെ എന്തായാലും സ്വാഗതം. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സായി പല്ലവിയെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സായി പല്ലവി നമുക്ക് എല്ലാവർക്കും അറിയാം. പണ്ട് കുഞ്ഞുനാൾ പോലെ നമുക്ക് പറയാം, നമ്മൾ സ്കൂൾ ടൈമിലാണെന്ന് തോന്നുന്നത് സായി പല്ലവി എന്താ പറയുക ക്ലിക്കായി വന്നത്. അന്ന് തൊട്ടേ എല്ലാവരുടെയും ക്രഷാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് പലരും എന്താ പറയുക പറയുന്നുണ്ട് സായി പല്ലവിക്ക് അഹങ്കാരമാണ്, ഒത്തിരി മുടയാണ്, കലിപ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പലരും പറയുന്നുണ്ട്. പക്ഷേ നമ്മളെപ്പോഴും സത്യാവസ്ഥ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സായി പല്ലവി ഇങ്ങനെ മുടയാണ് അഹങ്കാരമാണെന്ന് പറയാനുള്ള മെയിൻ എന്ന് വെച്ചാൽ മറ്റുള്ളവർ പറയുന്ന മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള സീൻസ് ഉണ്ടല്ലോ, അത് സായി പല്ലവി അഭിനയിക്കത്തില്ല. അത് എന്ന് വെച്ചാൽ ആ ഒരു കാര്യത്തിൽ ഭയങ്കരമായിട്ട് ഒരൊറ്റ ഉറച്ച് ഇതിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് സായി പല്ലവി. വേറെ എന്തുവാണെങ്കിലും നമുക്കെന്താ പറയുക സീൻ അഭിനയിക്കാം. പക്ഷേ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒറ്റ സീൻ പോലും സായി പല്ലവി അഭിനയിക്കത്തില്ല. അത് പണ്ട് മുതലേ ഉള്ളൊരു സായി പല്ലവിയുടെ ഒരു ഉറച്ച നിലപാടാണ്. അത് എനിക്ക് തോന്നുന്നു വെച്ചാൽ അത് അഭിനയിക്കാതെ വരുമ്പോഴേ പലർക്കും അവൾക്ക് മുടയാണ്, അവൾക്ക് ജാടയാണെന്ന് പറഞ്ഞിട്ട് പലരും പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് ഇപ്പോഴും എന്ന് പറയാം എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല സായി പല്ലവി മുടയും ജാടയുണ്ടെന്ന്. കാരണം വെച്ചാൽ സായി പല്ലവി ഈ റീസെൻ്റ് ആയിട്ട് പറയാം പറഞ്ഞതേ ഉള്ളൂ. എന്നുവെച്ചാൽ എനിക്ക് കുടുംബമുണ്ട്, കാറുണ്ട്, താമസിക്കാൻ വീടുമുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. വീണ്ടും ഒരു കാർ വാങ്ങാൻ വേണ്ടി ഓൺ സ്ക്രീൻ ചുംബിക്കേണ്ട ആവശ്യമില്ലെന്നാണ് സായി പല്ലവി പറഞ്ഞത്. അത് ഒരാളുടെ ഫ്രീഡമാണ്, അത് വേണ്ടവർക്ക് ചെയ്യാം, വേണ്ടാത്തവർക്ക് ചെയ്യാം. അതിനെനിക്ക് ഇപ്പോഴും പറഞ്ഞാൽ അതിന് മുടയാണ് മറ്റതാണെന്ന് പറയാൻ കുറച്ച് പലരും പറയുന്നത് മുട ജാട മറ്റാണ്. എനിക്കത് തോന്നിയിട്ടില്ല. ചുമ്മാ കിടന്ന ആവശ്യമില്ലാതെ എന്താ ഹേറ്റേഴ്സ് എന്താ ചുമ്മാ ഉണ്ടാക്കണം. പക്ഷേ എന്തായിരുന്നാലും ഇന്നും എന്താ പറയും ഈ ഒരു നിലപാട് ഇരിക്കുന്നത് എന്തുകൊണ്ടും ഈ ഒരു ജനറേഷന് നല്ലത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, നിങ്ങളുടെ കമൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ഗൈസ് എവർക്കും പീസ് ഔട്ട്.